അനുമതിയില്ലാതെ സർക്കാർ സ്കൂളുകളിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി കൺവീനർ അഭിജിത്ത് ദീപ്കെക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും കേസെടുത്ത് മഹാരാഷ്ട്ര പോലീസ്. ദീപ്കെക്കും പാർട്ടി പ്രവർത്തകനായ അജിങ്ക്യ ഷിൻഡെക്കും മറ്റ് CJP പ്രവർത്തകർക്കും എതിരെയാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ഔസ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലാത്തൂർ ജില്ലയിലെ ഔസയ്ക്കടുത്തുള്ള ജാവലിയിലെ ജില്ലാ പരിഷത്ത് ഉറുദു സ്കൂളിൽ ഔദ്യോഗിക ജോലികൾ തടസ്സപ്പെടുത്തുകയും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. സ്കൂളിലെ അധ്യാപികയായ സയ്യിദ് ഷംഷാദ് ബാനോ ഖൈറാത്ത് അലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം സർക്കാർ ജീവനക്കാരന്റെ ഔദ്യോഗിക ചുമതല തടസ്സപ്പെടുത്തൽ, അതിക്രമിച്ചു കടക്കൽ, ഭീഷണി, അപകീർത്തിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ദീപ്കെക്കും മറ്റുള്ളവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇവർ വിദ്യാർത്ഥികൾക്കൊപ്പം ഇരിക്കുകയും സ്കൂളിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇത് സ്കൂളിലെ വിദ്യാഭ്യാസപരവും ഔദ്യോഗികപരവുമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയെന്നാണ് പരാതിയിലെ ആരോപണം. സന്ദർശനത്തിന്റെയും വിദ്യാർത്ഥികളുമായുള്ള ആശയവിനിമയത്തിന്റെയും ദൃശ്യങ്ങൾ CJP നേതാവ് വീഡിയോയിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതായും പരാതിയിൽ പറയുന്നു. തന്റെ സന്ദർശന വേളയിൽ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ക്ലാസ് മുറികളിൽ ഇരുത്തിയിരിക്കുകയാണെന്ന് അവകാശപ്പെട്ട് ഉറുദു സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ ദീപ്കെ ശ്രമിച്ചതായും ആരോപണമുണ്ട്. അധ്യാപകരെ സസ്പെൻഡ് ചെയ്യിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 ആരംഭിച്ച സ്കൂൾ തീക്കരോ ക്യാമ്പയിന്റെ ഭാഗമായാണ് കോക്രോച്ച് ജനതാ പാർട്ടി അംഗങ്ങൾ സർക്കാർ സ്കൂളുകളിൽ സന്ദർശനം നടത്തുന്ന പരിപാടി ആരംഭിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രാജ്യത്തുടനീളമുള്ള സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസവും സൗകര്യങ്ങളും നവീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ഹിങ്കോളിയിലെ ദീപ്കെയുടെ ജന്മനാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. അതിനുശേഷം CJP അംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി സ്കൂളുകൾ സന്ദർശിക്കുകയും ചിലയിടങ്ങളിൽ എതിർപ്പുകൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജയ്പൂരിലെ രാംപുര കൻവാർപുരയിലുള്ള സർക്കാർ സ്കൂൾ സന്ദർശിക്കുന്നതിനിടെ CJP സംഘത്തെ ജനങ്ങൾ ആക്രമിച്ചതായും ആരോപണമുണ്ട്. മുംബൈയിൽ കോക്രോച്ച് ജനതാ പാർട്ടി സന്നദ്ധ പ്രവർത്തകർ അനുമതിയില്ലാതെ മുനിസിപ്പൽ സ്കൂളുകളിൽ പ്രവേശിക്കുന്നത് കോർപ്പറേഷൻ വിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയിട്ടുണ്ട്.